ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ തീംസും നോക്കാം. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള നമുക്കറിയാം PSC എക്സാമിന് തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ദേശീയ ജലദിനം, മണ്ണ് ദിനം, ക്ഷയരോഗ ദിനം, അതേപോലെ എയ്ഡ്സ് ദിനങ്ങൾ, അതേപോലെ യുവജന ദിനം, അങ്ങനെ ഒരുപാട് ദിനങ്ങൾ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ജനുവരി മാസ പ്രധാന ദിവസങ്ങൾ നോക്കാം. ആദ്യത്തേത് ജനുവരി 12 യുവജന ദിനമാണ്. ദേശീയ യുവജന ദിനമാണ് ജനുവരി 12. അടുത്ത് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരമായി മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നതാണ് 2025 ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ തീം എന്ന് പറയുക. അടുത്തത് ജനുവരി 25 ദേശീയ ടൂറിസം ദിനമാണ്. ദേശീയ ടൂറിസം ദിനം അതിൻ്റെ തീം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ജേർണീസ് ടൈംലെസ് മെമ്മറീസ് എന്നാണ്. സസ്റ്റൈനബിൾ ജേർണീസ് ടൈംലെസ് മെമ്മറീസ് എന്നാണ് ദേശീയ ടൂറിസം ദിനത്തിൻ്റെ പ്രമേയം. അടുത്തത് ഫെബ്രുവരി മാസത്തെ പ്രധാന ദിവസങ്ങൾ നോക്കാം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. ഒരുപാട് തവണ PSC ചോദിച്ചതാണ് ലോക തണ്ണീർത്തട ദിനം. അതിൻ്റെ 2024 തീം എന്ന് പറയുന്നത് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നാണ്. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 2023 തീം എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങൾ സ്ഥാപിക്കുവാനുള്ള സമയമായി എന്നതാണ് 2023 തീം എന്ന് പറയുക. അടുത്ത് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. അതിൻ്റെ തീം എന്ന് പറയുന്നത് ക്ലോസ് ദ കെയർ എന്നാണ്. ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നാണ് അതിൻ്റെ തീം. അടുത്തത് ഫെബ്രുവരി 10 ലോക പയറുവർഗ്ഗ ദിനമാണ്. ഫെബ്രുവരി 10 ലോക പയറുവർഗ്ഗ ദിനം. അതിൻ്റെ തീം എന്ന് പറയുന്നത് പൾസസ് നറിഷിംഗ് സോയിൽസ് ആൻഡ് പീപ്പിൾ. പൾസസ് നറിഷിംഗ് സോയിൽ ആൻഡ് പീപ്പിൾ എന്നാണ് ഇതിൻ്റെ തീം. അടുത്തത് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിനായി തദ്ദേശീയ ശാസ്ത്ര വിദ്യകൾ. വികസിത ഭാരതത്തിനായി തദ്ദേശീയ ശാസ്ത്ര വിദ്യകൾ എന്നതാണ് ഇതിൻ്റെ തീം. ഇനി നമുക്ക് മാർച്ച് മാസത്തെ പ്രധാന ദിവസങ്ങൾ നോക്കാം. മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ്. മാർച്ച് 3 അതിൻ്റെ തീം എന്ന് പറയുന്നത് കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നൊവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഇതാണ് 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ തീം എന്ന് പറയുക. കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നൊവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഇതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുക. അടുത്തത് മാർച്ച് 8 വനിതാ ദിനമാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. അടുത്തത് ലോക ഉപഭോക്തൃ ദിനമാണ്. മാർച്ച് 15 അതിൻ്റെ തീം എന്ന് പറയുന്നത് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ് എന്നാണ് ഇതിൻ്റെ തീം എന്ന് പറയുക. അടുത്തത് മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. അതിൻ്റെ തീം ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. ഇതാണ് അതിൻ്റെ തീം എന്ന് പറയുക. അന്താരാഷ്ട്ര വനദിനം മാർച്ച് 21. അടുത്തത് മാർച്ച് 22 ലോക ജലദിനമാണ്. തീം എന്ന് പറയുന്നത് വാട്ടർ ഫോർ പീസ് എന്നാണ്. വാട്ടർ ഫോർ പീസ്. അടുത്തത് മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. അതിൻ്റെ തീം എന്ന് പറയുന്നത് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ തീം എന്ന് പറയുക. അടുത്തത് മാർച്ച് 24 ലോക ക്ഷയദിനമാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് യെസ് വി ക്യാൻ എൻഡ് TB എന്നാണ് അതിൻ്റെ തീം. യെസ് വി ക്യാൻ എൻഡ് TB. അതാണ് മാർച്ച് 24 ലോക ക്ഷയദിനത്തിൻ്റെ തീം. അടുത്തത് ഏപ്രിൽ മാസത്തെ പ്രധാന ദിവസങ്ങൾ നോക്കാം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. 2024 തീം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. 2023 തീം എന്ന് പറയുന്നത് എല്ലാവർക്കും ആരോഗ്യം എന്നതാണ് 2023 തീം എന്ന് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. അടുത്തത് ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. ഏപ്രിൽ 22 തീം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. അപ്പോൾ ലോക ഭൗമ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. അടുത്തത് ഏപ്രിൽ 25 ലോക മലേറിയ ദിനമാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് ആക്സിലറേറ്റിംഗ് ദ ഫൈറ്റ് അഗനിസ്റ്റ് മലേറിയ ഫോർ എ മോർ എക്വിറ്റബിൾ വേൾഡ് എന്നാണ് അതിൻ്റെ തീം എന്ന് പറയുക. ആക്സിലറേറ്റിംഗ് ദ ഫൈറ്റ് അഗനിസ്റ്റ് മലേറിയ ഫോർ എ മോർ എക്വിറ്റബിൾ വേൾഡ് എന്നാണ്
ലോക മലേറിയ ദിനത്തിൻ്റെ തീം എന്ന് പറയാം. അടുത്തത് മെയ് മാസത്തെയാണ് പ്രധാന ദിവസം. മെയ് 22 മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനമാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ എന്നാണ്. ബി പാർട്ട് ഓഫ് ദ പ്ലാൻ. അടുത്തത് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്. ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ് ലോക പുകയില വിരുദ്ധ ദിനം. അതിൻ്റെ തീം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫിയറൻസ് എന്നാണ് അതിൻ്റെ തീം എന്ന് പറയുക. അടുത്തത് ജൂൺ മാസത്തെ പ്രധാന ദിവസങ്ങൾ നമുക്ക് നോക്കാം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ജൂൺ 21 അതിൻ്റെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ് അതിൻ്റെ തീം എന്ന് പറയുക. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അടുത്തത് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. അതിൻ്റെ തീം എന്ന് പറയുന്നത് ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുക. അടുത്തത് ജൂൺ 23 ഒളിമ്പിക്സ് ദിനമാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നാണ്. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് ഇതാണ് ഒളിമ്പിക്സ് ദിനത്തിൻ്റെ തീം എന്ന് പറയുക. അടുത്തത് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അതിൻ്റെ തീം എന്ന് പറയുന്നത് 2024 തീം എന്ന് പറയുന്നത് ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ് ആണ്. അടുത്തത് ജൂൺ 14 ലോക രക്തദാന ദിനം. അതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ 20 years ഓഫ് സെലിബ്രേറ്റിംഗ് ഗിവിംഗ് താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ്. ഇതാണ് അതിൻ്റെ തീം എന്ന് പറയാം. ലോക രക്തദാന ദിനം ജൂൺ 14. അടുത്തത് ജൂലൈയിലെ പ്രധാന ദിവസങ്ങൾ നോക്കാം. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. ജൂലൈ 11 അതിൻ്റെ തീം എന്ന് പറയുന്നത് ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ. ഇതാണ് അതിൻ്റെ തീം എന്ന് പറയുക. ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ. ഇതാണ് ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ തീം എന്ന് പറയുക. അടുത്ത ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ്. ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ദ ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഇതാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിൻ്റെ തീം എന്ന് പറയുക. ജൂലൈ 28. അടുത്തത് സെപ്റ്റംബർ മാസത്തെയാണ്. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. അതിൻ്റെ തീം എന്ന് പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ. ഇതാണ് 2024 തീം. 2023 തീം എന്ന് പറഞ്ഞാൽ മോൺട്രിയൽ പ്രോട്ടോകോൾ ഫിക്സിംഗ് ദ ഓസോൺ ലെയർ ആൻഡ് റെഡ്യൂസിങ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതാണ് 2023 തീം എന്ന് പറയുക. അപ്പം ഓസോൺ ദിനം സെപ്റ്റംബർ 16. അടുത്തത് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. തീം എന്ന് പറയുന്നത് യൂസ് ഹേർട്ട് ഫോർ ആക്ഷൻ എന്നാണ്. യൂസ് ഹേർട്ട് ഫോർ ആക്ഷൻ. അടുത്തത് ഒക്ടോബർ മാസത്തെയാണ്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണ്. ലോക ഭക്ഷ്യദിനം. അതിൻ്റെ തീം എന്ന് പറയുന്നത് റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ എന്നതാണ് ലോക ഭക്ഷ്യദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. അടുത്തത് ഡിസംബർ മാസത്തെ പ്രധാന ദിവസമാണ്. ഡിസംബർ 1 എന്ന് പറയുക. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് ലെറ്റ്സ് കമ്മ്യൂണിറ്റീസ് ലീഡ്. ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ് ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ തീം. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. തീം എന്ന് പറയുന്നത് 2023 തീം എന്ന് പറയുന്നത് സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നാണ് 2023 ലോക മണ്ണ് ദിനത്തിൻ്റെ തീം എന്ന് പറയുക. അടുത്ത ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. 2023 തീം എന്ന് പറയുന്നത് ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ. ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നതാണ് 2023 മനുഷ്യാവകാശ ദിനത്തിൻ്റെ തീം. ഇത്രയുമാണ് പ്രധാന ദിവസങ്ങൾ. ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.